ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാളെ പുലരാനിരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? അമേരിക്കൻ സമയം 9 മണിയോടുകൂടി വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന ആ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഇറാനും ഏകദേശം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യമാണ്. അത്രയേറെ സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും അമേരിക്കയുടെ ഉള്ളിൽ നിന്നായാലും അമേരിക്കക്കകത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നായാലും പെന്റഗണിൽ നിന്നായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി നിൽക്കുമെന്ന കാര്യം ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ അമേരിക്ക ഇപ്പോൾ അത് നിർത്തേണ്ട ആവശ്യം അമേരിക്കയ്ക്കാണ്. പക്ഷേ നിർത്തുമ്പോൾ തോൽവി ഏറ്റുവാങ്ങി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു തോൽവി തിരിച്ചടി എന്ന നിലയ്ക്ക് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരാൻ ട്രംപ് ഏതായാലും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പഴി ഇറാനെ ആയാൽ ഇറാനെ, അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളെ ആയാൽ നാറ്റോ രാജ്യങ്ങളെ, ആ പഴി മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ചുമത്തിക്കൊണ്ട് ഈ യുദ്ധത്തിൽ ലാഭമുണ്ടാക്കി അല്ലെങ്കിൽ നേട്ടം കൊയ്തു വിജയിച്ചു വന്നത് അമേരിക്കയാണ് എന്ന് കാണിക്കാനുള്ള നിലപാടുകൾ കൂടിയാണ് ട്രംപ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രസക്തമാണ് എന്താണ് ഇനി ട്രംപ് പറയാൻ പോകുന്നത്, വൈറ്റ് ഹൗസിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന വിവരങ്ങൾ. വിനീഷ, തീർച്ചയായിട്ടും. കാരണം വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം അഭിമുഖീകരിക്കുന്നത്. കാരണം ഏത് നിലയ്ക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു പിന്മാറ്റം ഈ ആക്രമണത്തിൽ നിന്ന്, യുദ്ധത്തിൽ നിന്ന് നേടാൻ സാധിക്കുമെന്ന ഏറ്റവും അവസാനഘട്ട വിലയിരുത്തലിലാണ് ഭരണകൂടം ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ായിട്ടുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, ഇറാൻ ഒരു വെടിനിർത്തൽ കരാറിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കണം, നിയന്ത്രണം പൂർണ്ണമായിട്ട് നീക്കുകയാണെങ്കിൽ താൻ വെടിനിർത്തലിന് ഒരുക്കമാണ് എന്ന് ഇറാനെ അറിയിച്ചു എന്നതാണ്. പക്ഷേ ഈ ട്രംപിന്റെ ഈ പ്രതികരണം വന്ന ഉടനെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരു വെടിനിർത്തലിനും ഒരു അപേക്ഷയും തങ്ങൾ ആർക്ക് മുമ്പാകെയും വെച്ചിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ അത്തരമൊരു വെടിനിർത്തലിനുള്ള ഒരു അഭിപ്രായമോ ഒരു താല്പര്യമോ പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഇപ്പോൾ തുടരുന്ന ഈ പോരാട്ടം എത്ര വേണമെങ്കിലും ദീർഘകാലത്തേക്ക് തുടരാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന ട്രംപിനെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ട്രംപ് തന്നെ വ്യക്തമാക്കിയത്, ഇനി ഇറാനുമായിട്ടൊരു കരാർ വന്നിട്ടില്ല എങ്കിൽ പോലും 2 മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ താൻ സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന നിർദ്ദേശമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഉച്ചയോടുകൂടി ബ്രിട്ടനിലെ പ്രധാന പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കുന്നത്, നാറ്റോ രാജ്യങ്ങൾ തന്നെ വലിയ തോതിൽ തന്നെ വഞ്ചിച്ചു. കാരണം നിർണായക ഘട്ടത്തിൽ ഇറാന് എതിരായിട്ടുള്ള ഒരു യുദ്ധത്തിൽ തന്റെ കൂടെ നിൽക്കുന്നതിന് പകരം തനിക്ക് എതിരായിട്ടുള്ള നിലപാടാണ് നാറ്റോ രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാറ്റോയിൽ തുടരുന്ന കാര്യം താൻ വളരെ ഗൗരവപൂർണ്ണമായിട്ട് ആലോചിച്ചു വരികയാണെന്ന ഒരു പ്രതികരണം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നു. ഇപ്പോൾ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ലോകം ഒന്നാകെ കാത്തിരിക്കുന്നത് ട്രംപിന്റെ ഔദ്യോഗികമായിട്ടുള്ള രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനാണ്. വെളുപ്പിന് നടക്കാൻ പോകുന്ന പ്രഭാഷണത്തിൽ തീർച്ചയായിട്ടും ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ട്രംപ് പങ്കുവെക്കുമെന്നാണ് അല്പം മുമ്പ് വൈറ്റ് ഹൗസ് വക്താവ് തന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ട്രംപ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ യുദ്ധം പൂർത്തീകരിക്കുമെന്ന രാവിലെയുള്ള അതേ പ്രഖ്യാപനം തന്നെ ഈ പ്രഭാഷണത്തിലും ട്രംപ് ആവർത്തിക്കുമോ? അതല്ല യുദ്ധം അവസാനിപ്പിച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുമോ എന്നാണ് ലോകം താല്പര്യപൂർവ്വം ഉറ്റുനോക്കുന്നത്. കാരണം ഈ അനുകൂലമായിട്ടുള്ള, കാരണം ഏതായാലും സൈന്യത്തെ പിൻവലിക്കാൻ താൻ തയ്യാറാണ് എന്ന അർത്ഥത്തിലുള്ള ട്രംപിന്റെ പ്രതികരണം വിപണിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. പെട്രോളിന്റെ വില ബാരലിന് $100 ചുവടിലേക്ക് വന്നൊരു സാഹചര്യമുണ്ടായി. ഓഹരി വിപണിയിലും അതിന്റെ നല്ല പ്രതിഫലനം കാണപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ മേഖലയിലെ പല രാജ്യങ്ങളും വലിയ സംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പുതിയ മാറ്റങ്ങളിൽ. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ യുദ്ധവേളയിലൊക്കെയും അതേ അഭിപ്രായങ്ങൾ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എത്ര കണ്ട് ഈ പ്രതികരണത്തിൽ വിശ്വസിക്കാൻ പറ്റും? അത് കേവലമായിട്ടുള്ള തന്റെ സൈനികമായ താല്പര്യങ്ങളോ സാമ്പത്തികമായ താല്പര്യങ്ങളോ മുൻനിർത്തിയായിരിക്കുമോ ഈ യുദ്ധത്തിൽ നിന്ന് താൻ പിൻവാങ്ങുമെന്നൊരു പ്രഖ്യാപനത്തിന്റെ അല്ലെങ്കിൽ അത്തരം സൂചനകൾ ട്രംപ് നടത്തിയത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. എന്തായാലും ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് നടത്താൻ പോകുന്ന പ്രഖ്യാപനം
വളരെ നിർണായകമായിരിക്കും. ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്നത് വളരെ പൊടുന്നനെ തന്നെ ഒരു പക്ഷേ ട്രംപ് ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം കുറെ കൂടി വലിയ ലക്ഷ്യങ്ങൾ ഇറാനുള്ളിൽ തങ്ങൾക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതിനു മുമ്പ് തന്നെ ഏകപക്ഷീയമായിട്ട് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ആശങ്കകളാണ് ഇപ്പോൾ ഇസ്രായേൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികളാണ് ഈ പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നോൺ സ്റ്റോപ്പ് സ്വഭാവത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം ഇറാനിൽ നിന്നും അതോടൊപ്പം തന്നെ ലബനാനിലെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതുകൊണ്ട് ഇന്ന് മാത്രം 100-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ സൈന്യം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു. ഈ അല്പം മുമ്പും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും സമാന്തരമായിട്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ 48 സൈനികർക്ക് പരിക്കേറ്റതായിട്ട് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ 48 പരിക്കേറ്റ സൈനികരിൽ ചിലരുടെ പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്ന് കൂടി ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്ന അമേരിക്കൻ സർവേ പ്രകാരം 2/3 വിഭാഗം ജനങ്ങളും ഈ ട്രംപിനെതിരായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു. ട്രംപിന്റെ സൂചികയിൽ വലിയ തോതിലുള്ള ഇടിവ് വന്നതായിട്ട് കൂടി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനിയും തുടരുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് വലിയൊരു ആധിപത്യം ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മേൽക്കോയ്മ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് റിപ്പബ്ലിക്കൻ വിഭാഗവും പേടിക്കുന്നുണ്ട്. കാരണം ആഭ്യന്തരമായിട്ടുള്ള വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അധികം നീളാതെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാകും. അതിന് കൃത്യമായിട്ടുള്ള സൂചനകൾ ഒരുപക്ഷെ ഈ വെളുപ്പിന് നടക്കുന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളും നൽകുന്നത്. വിനീഷ. ശരി, MC നാസറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നാളേക്ക് ശേഷമുള്ള പുലരി സമാധാനത്തിൻ്റെതാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.